പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കേട്ടത്, എന്താണ് പഠിച്ചത്? ഏക് കഹാനി, ഒരു കഥയായിരുന്നു അല്ലേ? ആരൊക്കെയായിരുന്നു? ശങ്കർ ഓർ ദാമു. ശങ്കർ ഓർ ദാമു രണ്ടുപേരും തമ്മിലുള്ള കഥ നമ്മളെല്ലാവരും കേട്ടു അല്ലേ? എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ സർഗർമി? എന്തായിരുന്നു? ഏക് മുനാസിബ് ഉൻവാൻ ലിഖിയെ, കഥക്ക് യോജിച്ച മറ്റൊരു തലക്കെട്ട് എഴുതാനുള്ള പ്രവർത്തനമായിരുന്നു. എല്ലാവരും എഴുതിയില്ലേ? എഴുതിയോ? എല്ലാവരും നന്നായിട്ട് ഒരുപാട് ഉൻവാനുകൾ എഴുതിയിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ് എഴുതിയത്? നമുക്ക് ചില ഉൻവാൻ നോക്കാം. ദേഖിയേ. ശങ്കർ ഓർ ദാമു, ശങ്കറും ദാമുവും. താലാബ് കാ പാനി, കുളത്തിലെ വെള്ളം. അച്ഛാ ഫൈസ്ല, നല്ല തീരുമാനം. ബച്ചോ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദാമുവും ശങ്കറും തമ്മിലുള്ള കഥ എങ്ങനെയാണ് അവസാനം തീരുമാനം കേൾപ്പിച്ചത്? ഫൈസ്ല സുനായിം എന്നതാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര് അല്ലേ? തീരുമാനം കേൾപ്പിക്കാം എന്നതാണ്. സദറെ പഞ്ചായത്തിൻ്റെ അടുത്ത് അവരെത്തി. സദറെ പഞ്ചായത്ത് അവസാനം തീരുമാനം പറഞ്ഞു. കാര്യങ്ങളൊക്കെ കേട്ട് അവസാനം തീരുമാനം പറഞ്ഞു. എന്താ പറഞ്ഞത്? ശങ്കർ, തും താലാബ് കാ പാനി ലേലോ, നീ താലാബിലെ വെള്ളം എടുത്തു കൊണ്ടുപോയിക്കോളൂ. ഓർ താലാബ് ദാമുക്കോ ദേദോ, താലാബ് ദാമുവിന് കൊടുത്തോളൂ അല്ലേ? എന്താ അവിടെ ഉദ്ദേശിച്ചത്? ഇനി ദാമുവിൻ്റെ താലാബിൽ നിൻ്റെ വെള്ളം എടുത്ത് വെക്കണ്ട, ഒന്നും അവിടെ വെക്കണ്ട, എല്ലാ വെള്ളം എടുത്തിട്ട് നീ പൊക്കോ, എന്നിട്ട് താലാബ് ദാമുവിന് കൊടുക്കണം. അങ്ങനെ താലാബിലുള്ള വെള്ളം മുഴുവൻ എടുത്തിട്ട് ശങ്കറിന് കൊണ്ടുപോകാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ടാണ് സദറെ പഞ്ചായത്ത് അങ്ങനെ ഒരു ഫൈസല പറഞ്ഞത്, തീരുമാനം പറഞ്ഞത്. സദറെ പഞ്ചായത്ത് കാ ഫൈസല കേട്ടിട്ട് സുൻകർ, സദറെ പഞ്ചായത്ത് കാ ഫൈസല സുൻകർ ദാമുനെ ക്യാ സോച്ചാ ഹോഗ, എന്തായിരിക്കാം സദറെ പഞ്ചായത്തിൻ്റെ ഈ തീരുമാനം കേട്ടിട്ട് ദാമു ആലോചിച്ചിട്ടുണ്ടാവുക? എന്തായിരിക്കും? ഒന്ന് പറഞ്ഞു നോക്കൂ. എന്താണ്? സദറെ പഞ്ചായത്തിനെ ഏക്ക് അച്ഛാ ഫൈസല സുനായ, നല്ല ഒരു തീരുമാനമാണ് പറഞ്ഞത് അല്ലേ? നല്ലൊരു തീരുമാനമാണ് കേൾപ്പിച്ചത്. അപ്പം എങ്ങനെയാണ്? ഇപ്പം സന്തോഷമാണോ ദുഃഖാണോ? മേം ബഹുത്ത് ഖുഷും, എനിക്കിപ്പോൾ വലിയ സന്തോഷമായി. കാരണം എന്താ? താലാബ് കിട്ടി അല്ലേ? മുझे താലാബ് ഓർ ഉസ്കാ പാനി മിലാ ഹൈ, എനിക്ക് താലാബും താലാബിലുള്ള വെള്ളവും കിട്ടി. താലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം കൂടി ഉള്ളതാണ് എന്താവുക? താലാബാവുക അല്ലേ? വെള്ളം കൂടിയാലേ എന്താവുള്ളൂ? താലാബാവുള്ളൂ. മുझे താലാബ് ഓർ ഉസ്കാ പാനി മിലാ, मैं बहुत खुश हूँ. സദറെ പഞ്ചായത്തിനെ അച്ഛാ ഫൈസ്ല സുനായ, നല്ല ഒരു തീരുമാനം തന്നെയാണ് കേൾപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവുക അല്ലേ? ഇനി അതല്ല, ദാമു ചിന്തിച്ച മറ്റു കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്തി നിങ്ങൾ ഈ പ്രവർത്തനം ചെയ്യണം. എന്താണ്? സദറെ പഞ്ചായത്ത് കാ ഫൈസ്ല സുൻകർ ദാമുനെ ക്യാ സോച്ചാ ഹോഗ, സദറെ പഞ്ചായത്തിൻ്റെ തീരുമാനം കേട്ടിട്ട് ദാമു എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? നിങ്ങൾക്ക് അറിയാവുന്ന വിധത്തിൽ, നിങ്ങൾ മനസ്സിലാക്കിയ രൂപത്തിൽ എന്ത് ചെയ്യാം? നിങ്ങൾ തീർച്ചയായിട്ടും നോട്ട് ബുക്കിൽ മനോഹരമായി എഴുതി ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. റെഡിയല്ലേ? തയ്യാറല്ലേ? ഇപ്പം നമ്മളൊരു കഥ കേട്ടു അല്ലേ? രസകരമായ രീതിയിലൊരു കഥ നമ്മളെല്ലാവരും കേട്ടു. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു 4 തസ്വീർ, എന്താ തസ്വീർ? എന്താ? ചിത്രം, 4 ചിത്രങ്ങൾ കാണിച്ചു തരാൻ പോവാണ്. ചിത്രം നല്ല പോലെ നോക്കുക. ഈ 4 ചിത്രങ്ങൾ, നിങ്ങൾക്ക് കാണിച്ചു തരുന്ന 4 ചിത്രങ്ങൾ നല്ല പോലെ നോക്കണം. പഹലാ ഹൈ, ഒന്നാമത്തെ ചിത്രം. എന്തൊക്കെയുണ്ട് അതിൽ എന്ന് നിങ്ങൾ കണ്ടുവെക്കണേ.
ये पहला तस्वीर, देखा है दूसरा, तीसरा और चौथा, നാലാമത്തെ ചിത്രം കണ്ടോ? देखा है जी. ഈ 4 ചിത്രം കണ്ടു, അതിലെന്തൊക്കെയാണുള്ളത് എന്നൊക്കെ ആപ്പ് സമജ് ഗേ ഹോ? സംജ? മനസ്സിലായില്ലേ? ജി ഹാ. ഈ 4 ചിത്രം വെച്ച് ഒരു കഥ നമുക്ക് പറഞ്ഞു നോക്കിയാലോ? നിങ്ങൾക്ക് കഥയൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ചിത്രം കണ്ടപ്പോൾ തന്നെ കഹാനി സമജ് ഗേ ഹോഗെ ഹന जी. देखिए ये पहला तस्वीर, എന്താണ് ഇതിലുള്ളത്? एक तालाब. तालाब में 2 मेंढक रहते थे. तालाब में 2 मेंढक रहते थे. एक दिन पानी में 2 खंबे नजर आए. 2 खंबे नजर आए. दोनों मिलकर एक बेल लाई. दोनों मिलकर एक बेल लाई. എന്താണ്? तालाब में 2 मेंढक रहते थे. तालाब में 2 मेंढक ഉണ്ടായിരുന്നു. താലാബിൽ 2 मेंढक താമസിച്ചിരുന്നു. मेंढक അറിയാലോ? അറിയില്ലേ? हाँ, तवला अല്ലേ? तवलകൾ. एक दिन पानी में 2 खंबे नजर आए. 2 खंबे नजर आए. 2 ചുള്ളികൾ, 2 കമ്പുകൾ എവിടെ കണ്ടു? പാനിയിൽ കണ്ടു. दोनों मिलकर एक बेल लाई. दोनों मिलकर രണ്ടാളും കൂടിയിട്ട് एक बेल लाई. ഒരു വള്ളി കൊണ്ടുവന്നു. ഒരു വള്ളിയായിട്ടും രണ്ടാൾ വന്ന്. ഇനി രണ്ടാമത്തെ ചിത്രം നോക്കൂ. ഹാ, എന്താണ് ചിത്രത്തിലുള്ളത്? ഊഞ്ഞാലാടാണല്ലേ. बेल को खंभों से बांधकर एक झूला बनाया. बेल को खंभों से बांधकर ബന്ധിച്ചിട്ട് കെട്ടിയിട്ട് एक झूला बनाया. झूല നമ്മൾ നേരത്തെ പഠിച്ചാണ് അല്ലേ? ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ, അവർ झूല ഊഞ്ഞാലാടാണ് അല്ലേ? ഊഞ്ഞാലുണ്ടാക്കി. और दोनों इसमें झूलने लगे. दोनों इसमें झूलने लगे. രണ്ടാളും കൂടിയിട്ട് ഊഞ്ഞാലാടാൻ തുടങ്ങി. പക്ഷേ देखिए എന്താണ് സംഭവിച്ചത്? പെട്ടെന്ന് दोनों मेंढक आसमान पर उड़ने लगे. എന്താണ്? अचानक दोनों मेंढक आसमान पर उड़ने लगे. രണ്ടുപേരും ആസ്മാൻ പർ ആകാശത്തേക്ക് പറക്കാൻ തുടങ്ങി. दोनों डर गए. ആകെ डर गए. ഒരാകെ പേടിച്ചു. और समझ गए. അപ്പോഴാണ് അവർക്ക് സമജ് ഗയേ മനസ്സിലായത്. കെ വോ ഖംബേ നഹീ ഥേ. അവരാ കെട്ടിയത് കമ്പുകളായിരുന്നില്ല. എന്തായിരുന്നില്ല? കമ്പുകളായിരുന്നില്ല. ബഗലേ കെ 2 പയർ ഥേ. കൊക്കിൻ്റെ 2 കാലുകളായിരുന്നു. അവർ പാനിയിൽ കണ്ടത്, വെള്ളത്തിൽ കണ്ടത് കമ്പായിരുന്നില്ല. എന്തായിരുന്നു? കൊക്കിൻ്റെ 2 കാലായിരുന്നു. ആ കാലിലാണ് വേല് കൊണ്ടുവന്ന് കെട്ടിയിട്ട് എന്ത് ചെയ്തത്? ഊഞ്ഞാലാടിയത്. അങ്ങനെയാണ് അവരെവിടെത്തിയത്? ആകാശത്തെത്തിയത് അല്ലേ? ഒരു രസകരമായ ഒരു കഥയാണിത് അല്ലേ? എല്ലാവരും ഒന്ന് വായിച്ചു നോക്കൂ.
ഈ കഥ നല്ല പോലെ വായിക്ക്. എല്ലാവരും അർത്ഥമൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വായിച്ചോളൂ. വെച്ചോ? വായിച്ചില്ലേ? എല്ലാവരും വായിച്ചോ? समझा? മനസ്സിലായില്ലേ? ജി मेंढक और बगले की कहानी कैसे लगी? എങ്ങനെയുണ്ട്? അച്ഛാ ഹേന? നല്ല രസമല്ലേ? നന്നായിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് ഈ കഥയിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കി നോക്കിയാലോ? കഥയിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കണം. ചോദ്യം ഉണ്ടാക്കൽ, കഥ മനസ്സിലായാൽ ചോദ്യം ഉണ്ടാക്കൽ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കഥയിൽ നിന്ന് ചില ചോദ്യങ്ങൾ ഉണ്ടാക്കുക. പരീക്ഷയ്ക്കൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ചോദ്യം ഉണ്ടാക്കൽ. അതുപോലെ കഥ തന്നിട്ട് ചോദ്യം തന്ന് ഉത്തരം എഴുതൽ. കഥ തന്ന് അതിൻ്റെ താഴെ ചോദ്യം തന്ന് അതിൻ്റെ ഉത്തരം എഴുതൽ. അതല്ലെങ്കിൽ കഥ തന്നിട്ട് ആ കഥയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കുക. ചോദ്യം ഉണ്ടാക്കൽ വളരെ സിമ്പിളാണ്, നല്ല എളുപ്പമാണ് കഥ മനസ്സിലായാൽ അല്ലേ? അപ്പോൾ ഈ കഥ എല്ലാവർക്കും മനസ്സിലായില്ലേ? അർത്ഥങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ചോദ്യം ഉണ്ടാക്കണമെങ്കിൽ സവാലിയ അൽഫാസ് വേണം. സവാലിയ അൽഫാസ്. സവാൽ ചോദ്യം, സവാലിയ അൽഫാസ് ചോദ്യം ചോദിക്കാനുള്ള പദങ്ങൾ. ചന്ദ് ഇശാരെ ദേഖിയേ. ക്യാ, ക്യാ എന്താ അല്ലേ? ക്യാ എന്ത്, ക്യാ എന്ത്. കോൻ, കോൻ എന്ന് പറഞ്ഞാൽ ആര്. വെരി ഗുഡ്. കോൻ ആര്. കഹ നമ്മളോട് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞതാണല്ലോ, എല്ലാവർക്കും അറിയുണ്ടാവും അല്ലേ? കഹ എവിടെ. ശാബാഷ്. കഹ എവിടെ. ഓർ കേസെ. കേസെ എന്താ അർത്ഥം? എങ്ങനെ. കേസെ പറഞ്ഞാൽ എങ്ങനെ. അടുത്ത് നോക്കൂ. ക്യോ. ക്യോ എന്ന് പറഞ്ഞാൽ ക്യോ എന്തുകൊണ്ട്. എന്തുകൊണ്ട് അല്ലെ എന്തിന്. രണ്ടാണ്. എന്തുകൊണ്ട് എന്തിന്. പിന്നെയോ കിത്തിന. കിത്തിന, കിത്തിന എത്ര. മനസ്സിലായല്ലോ? ക്യാ എന്ത്, കോൻ ആര്, കഹ എവിടെ, കേസ് എങ്ങനെ, ക്യോ എന്തുകൊണ്ട് അല്ലെ എന്തിന്, കിത്തിന എത്ര. ഈ പദങ്ങൾ ഉപയോഗിച്ച് ഈ കഥയിൽ നിന്ന് ചന്ദ് സവാൽ തയ്യാർ കർനാ ഹെ. ചില സവാലുകൾ തയ്യാറാക്കണം, ചോദ്യങ്ങൾ തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ തയ്യാറാക്കാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഒരു സെൻറ്റൻസ് വായിച്ചതിന് ശേഷം അതിൻ്റെ അർത്ഥം പറയാം. എന്നിട്ട് അതിന് മലയാളത്തിൽ ചോദ്യം ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് അതിൻ്റെ ഉത്തരം നമുക്ക് പറഞ്ഞു നോക്കാം. എന്നിട്ട് അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഉറുദുവിൽ ചോദ്യം ഉണ്ടാക്കാം. റെഡിയല്ലേ? തയ്യാറല്ലേ? നമ്മൾ ആദ്യത്തെ ഒരു വരി, ഒന്നോ രണ്ടോ വരി മാത്രം പറഞ്ഞ് ബാക്കി ചോദ്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം. ഉണ്ടാക്കൂലേ? തയ്യാറല്ലേ? ജി ദേഖിയേ. അപ്പോൾ ആദ്യത്തെ വരി നോക്കൂ. താലാബ് മേ, കുളത്തിൽ. താലാബ് മേ കുളത്തിൽ. ദോ മേണ്ടക്, രണ്ട് തവള. രഹത്തേത്തെ താമസിച്ചിരുന്നു. ഒന്നായിട്ട് പറയുകയാണെങ്കിൽ കുളത്തിൽ രണ്ട് തവളകൾ താമസിച്ചിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മലയാളത്തിലൊരു ചോദ്യം പറഞ്ഞു നോക്കൂ. മലയാളത്തിലൊരു ചോദ്യം ആരെങ്കിലും ഒരാൾ പറയും. കുളത്തിൽ ആരായിരുന്നു താമസിച്ചിരുന്നത്? കുളത്തിൽ ആരായിരുന്നു താമസിച്ചിരുന്നത്? ആരായിരുന്നു താമസിച്ചിരുന്നത്? ആരായിരുന്നു, അതാണ് ചോദ്യം അല്ലേ? ഉത്തരം എന്താ? രണ്ട് തവളകൾ. അതാണ് ഉത്തരം. രണ്ട് തവളകൾ. അപ്പോൾ രണ്ട് തവളകൾ എന്നതാണ് ഇവിടെ ഉത്തരം. രണ്ട് തവളകൾ എന്നതിൻ്റെ ഉറുദു ദോ മേണ്ടക് എന്നതാണ്. ദോ മേണ്ടക് എന്ന സ്ഥലത്ത് അവിടെ ദോ മേണ്ടക്കിന് പകരം അതിൻ്റെ ചോദ്യപദം എഴുതിയാൽ ചോദ്യമായി. ചോദ്യപദം എന്താണ്? ആര് എന്നതാണ്. ആര് എന്നുള്ളതിന് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? കോൻ. യെസ്, കോൻ എന്നതാണ് അല്ലേ? അപ്പോൾ ദോ മേണ്ടക്ക് എന്നുള്ളവർക്ക് ഇനി ആരെഴുതണം? എന്തെഴുതണം? കോൻ എന്നെഴുതണം. അപ്പോൾ എങ്ങനെ എഴുതും? താലാബ് മേ, താലാബ് മേ കോൻ. ബാക്കി അതുപോലെ തന്നെ. രഹത്തേത്തെ,
താലാബ് മേ കോൻ രഹത്തെ തേ, താലാബിൽ ആരായിരുന്നു താമസിച്ചിരുന്നത്? വേറൊരു ചോദ്യം കിട്ടൂലേ ഇതിൽ നിന്ന്? കിട്ടുമോ? കിട്ടൂലേ? എന്ത്? താലാബിൽ എത്ര തവളകളാണ് താമസിച്ചിരുന്നത്? ചോദിക്കാം. നല്ല ചോദ്യമാണ് അല്ലേ? അപ്പോൾ അവിടെ എന്താണ്? തവളകൾ എന്നത് ചോദ്യത്തിൽ വന്നു. എത്ര? ഉത്തരം എന്താ? 2. രണ്ടിനെന്താ പറയുക? ദോ എന്നതാണ് അല്ലേ? ദോ എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ ആ 2 എന്നതാണ് ഉത്തരം. 2 എന്നുള്ളതാണ് ഉത്തരം. അവിടെ നമ്മൾ എത്ര എന്നതിൻ്റെ പദം എഴുതിയാൽ മതി. എത്ര എന്നുള്ളതിന് കിത്തിന അല്ലെങ്കിൽ കിത്തിനെ അല്ലേ? കിത്തിനെ. താലാബ് മേ, ദോന്ന് വേണ്ട, താലാബ് മേ കിത്തിനെ മേണ്ടക് രഹത്തെ തേ. ബാക്കിയൊക്കെ അതുപോലെ തന്നെയാണ്. ഉത്തരം വരുന്ന സ്ഥലത്ത് ചോദ്യത്തിന് ഉപയോഗിക്കുന്ന പദം കൊടുത്ത് ഫിറ്റാക്കിയാൽ ഉഷാറ് ചോദ്യമായി. താലാബ് മേ കിത്തിനെ മേണ്ടക് രഹത്തെ തേ, താലാബിൽ എത്ര തവളകളാണ് താമസിച്ചിരുന്നത്? ഇനി മൂന്നാമത്തത് ഇനി ഞാൻ പറയാം. 2 തവളകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവർ എവിടെയാണ് താമസിച്ചിരുന്നത്? ചോദിച്ചൂടെ? എവിടെയാണ് താമസിച്ചിരുന്നത്? അപ്പോൾ ആരാണെന്നുള്ളതാണ് അതവിടെ. ദോ മേണ്ടക് അല്ലേ? നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴും തവളകൾ എവിടെയാണ് താമസിച്ചിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 2 തവളകൾ, ദോ മേണ്ടക് കഴിഞ്ഞു. 2 തവളകൾ. എവിടെ എന്നതിൻ്റെ ഉറുദു കഹാ. ദോ മേണ്ടക് കഹാ രഹത്തെ തേ. ദോ മേണ്ടക് 2 തവളകൾ, കഹാ രഹത്തെ തേ എവിടെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു വരിയിൽ നിന്ന് തന്നെ 3 ചോദ്യങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ടില്ലേ? ഇതുപോലെ മറ്റുള്ള സെൻറ്റൻസുകളിൽ നിന്നും നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ കണ്ടെത്താൻ കഴിയും. നല്ല എളുപ്പമുള്ള രസകരമായ ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യണം? ഇഷാരകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചോദ്യപദങ്ങളൊക്കെ പറഞ്ഞു തന്നു, അതിൻ്റെ അർത്ഥം പറഞ്ഞു തന്നു, കഥ എന്താണെന്ന് നന്നായി മനസ്സിലാക്കി ഈ ചോദ്യപദങ്ങൾ ഉപയോഗിച്ച് ഈ കഥയിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ആരാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. ഓക്കല്ലേ? നിങ്ങൾ റെഡിയല്ലേ? ജിഹ. അപ്പോൾ ഇതുപോലെ ഒരു സെൻറ്റൻസിലെ അർത്ഥം മനസ്സിലാക്കി അതിൽ നിന്നൊരു ചോദ്യം ഉണ്ടാക്കി ചോദ്യപദം എവിടെയാണോ ഫിറ്റ് ചെയ്യേണ്ടത് ആ സ്ഥലം നോക്കി അവിടെ ഫിറ്റ് ചെയ്താൽ നല്ല ചോദ്യം വരും അല്ലേ? ചോദ്യം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചോദ്യം ഉണ്ടാക്കുന്ന സമയത്ത് അവസാനം എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം അല്ലേ? ചോദ്യചിഹ്നം ഇടണം, ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ചോദ്യം ഉണ്ടാക്കുമ്പോൾ അവസാനം ചോദ്യചിഹ്നം ഇടാൻ മറക്കരുത്. ഈ രീതിയിൽ നന്നായിട്ട് ചോദ്യങ്ങൾ തയ്യാറാക്കാനുള്ള ഒരു പ്രവർത്തനമാണ് നിങ്ങൾക്ക് രണ്ടാമതായി നൽകുന്നത്. ഓക്കെ? അപ്പോൾ ഇതെല്ലാവരും നന്നായി ചെയ്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ജി ഹാ ബച്ചോ, ആജ് 2 सरगर्मियाँ है. ഇന്ന് 2 सरगर्मियाँ है. पहला, सदर पंचायत का फैसला सुनकर दामू ने क्या सोचा होगा? സദർ പഞ്ചായത്ത് കാ ഫൈസല സുൻകർ, തീരുമാനം കേട്ടിട്ട് ദാമു എന്താണ് ചിന്തിച്ചിട്ടുണ്ടാവുക? ഒന്ന് അത് എഴുതാനുള്ളതാണ്. ദൂസര രണ്ടാമത്തത്, മേണ്ടക് ഓർ ബഗലേ കി കഹാനി ആപ്കോ കേസെ ലഗി? മേണ്ടകും ബഗലയും തമ്മിലുള്ള കഹാനി നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത്? ഇസ്സേ ചന്ദ് സവാലാത്ത് തയ്യാർ കീജിയേ. ഈ കഥയിൽ നിന്നും ചില ചോദ്യങ്ങൾ തയ്യാറാക്കുക. ഇഷാരകൾ നൽകിയിട്ടുണ്ട്. ക്യാ, കോൻ, കഹ, കൈസെ, ക്യോ, കിത്തിന. ഈ ഇഷാരകൾ ഉപയോഗിച്ച് മനോഹരമായ കൂടുതൽ ചോദ്യങ്ങൾ തയ്യാറാക്കി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ജി ടീക്ക് ഹേ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുക്രിയ. ഖുദാ ഹാഫിസ്.